നിലിൻ, തമിഴ്നാട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ വിജയ് ഒരു നിർണായക ഫാക്ടർ ആകുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. നിർണായക ഫാക്ടർ ആവുകയല്ല, ആക്ച്വലി ഭരണത്തിലെത്തുന്ന രീതിയിലാണ് TVKയുടെ അവരുടെ വിജയുടെ ഒരു സീറ്റുകൾ അങ്ങനെയാണ് കാണുന്നത്. അത്ര വലിയൊരു പ്രകടനമാണ് അവർ നടത്തിയത്. മാത്രമല്ല DMKയെ പിന്നെ താഴെ ഇറക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ഒരു ഒത്തിരി ചിലപ്പോൾ തൂക്കസഭ ആയേക്കാം. DMK ഇങ്ങനെ അങ്ങ് തകർന്നു പോകും എന്ന് ആരും അങ്ങനെ കരുതിയിരുന്നില്ല. അതെന്തായാലും അതൊരു നേരത്തെ പറഞ്ഞ പോലെ ഈ ദ്രാവിഡ ഇതും പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ വിജയ് അത് തന്നെ പറയും, ഇല്ല എന്നല്ല. പക്ഷേ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഉദയനിധി, അതിനെ പിന്തുണച്ച സ്റ്റാലിൻ, ഇവരുടെയൊക്കെ ഒരു തകർച്ച ഒരു സന്തോഷം നൽകുന്ന കാര്യം, യാതൊരു സംശയമില്ല. അതെ, മാത്രമല്ല മോദിക്കെതിരെയുള്ള ഒരു കൂട്ടുമുന്നണിയുടെ വലിയ പാർട്ടായിരുന്നു സ്റ്റാലിൻ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. സ്റ്റാലിൻ, പിണറായി, മമത, ഇതൊക്കെ മോദിക്കെതിരെ കരുത്തോടെ നിൽക്കുന്ന പലരുടെയും കരച്ചിൽ എങ്ങനെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരുടെയും കരച്ചിൽ മോദിക്കെതിരെ കരുത്തോടെ നിന്ന 2 പേരാണ് നഷ്ടമായത്. എന്ത് കരുത്ത്, എവിടെ കരുത്തോടെ നിന്നാണ് പറയുന്നതൊക്കെ ഇല്ലയെന്ന് പറയുന്ന നെഗറ്റീവ് പറയുന്ന സാധനമല്ലാതെ ഒരു കരുത്തോടെ ഇവരാരും നിന്നിട്ടില്ല. ഇപ്പോൾ ADMKക്ക് കൊള്ളാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ എന്നേ സ്റ്റാലിൻ തീർച്ചയായും. അതെ, പക്ഷേ അത് ഉണ്ടാകാതിരുന്നതുകൊണ്ടാണ്. പക്ഷേ വിജയ് വന്നത് DMKയുടെ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. എന്നാൽ ADMK വിജയിച്ചില്ല, പക്ഷേ ADMKക്ക് ഒരു നിർണായക ഇതുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ വിജയ് എനിക്ക് തോന്നുന്ന അടുത്ത സിനിമാ താരം തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാവുകയാണ്. ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമായിരുന്നു. ഇപ്പം നമ്മളെ ചാനലുകൾ, ഇപ്പോൾ കേരളത്തിലെ ചാനലുകൾ സ്റ്റാലിൻ വലിയ സംഭവമാണ്, അങ്ങനെയാണ് മോദി കുറേ വേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ തമിഴ് അത്ര അറിയില്ല, മോദിയെക്കുറിച്ച് പറയുന്നത്, മോദി കളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സംഭവം ഒന്നും സത്യത്തിലില്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെയും DMKക്കെതിരെയും വലിയ തോതിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ADMK അമ്മയുള്ള ജയലളിതയുള്ള കാലഘട്ടമാണെങ്കിൽ ഒരു 200-ലധികം സീറ്റുകൾക്ക് ജയിക്കേണ്ടതാണ്. അത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആൻറ്റി ഇൻകംബൻസി, അപ്പോൾ അവർക്ക് മറ്റൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു. അതായത് ADMKക്കും DMKക്കും ഞങ്ങൾ കുറേ കാലമായിട്ട് വോട്ട് ചെയ്യുന്ന 2 ദ്രാവിഡ പാർട്ടികൾക്കും വോട്ട് ചെയ്യുന്നതാണ്. നമുക്ക് മുമ്പിലൊരു സുപരിചിതനായ, എത്രയോ കാലമായിട്ട് സിനിമയൊക്കെ കണ്ട് സുപരിചിതനായ ഒരു വീട്ടിലെ പയ്യനായുള്ള വിജയുടെ പാർട്ടി വരുന്നു. 234 സീറ്റുകളിലും വിജയ്ക്ക് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവർക്ക് കാര്യമായിട്ടൊരു സംഘടനാ സംവിധാനം ഇല്ല, താഴെത്തട്ടിൽ ആൾക്കാരില്ല, ഒന്നുമില്ല. പക്ഷേ ആളുകൾ വളരെ വോളണ്ടറി തന്നെ വിജയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. യൂത്ത് വോട്ട്, പിന്നെ അതുകൂടാതെ ഈ വനിതകളുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെ വോട്ട്, ഇതൊക്കെ വലിയ തോതിൽ വിജയിലേക്ക് ഒഴുകി, പ്രത്യേകിച്ച് ഫാമിലി വോട്ട്സ് എന്നുള്ള രീതിയിലേക്ക് അത് പോയി എന്നുള്ളതാണ്. പിന്നെ വിജയ് ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കും, അല്ല വിജയ്ക്ക് ഇപ്പോൾ ഒരു കൃത്യമായുള്ള ഐഡിയോളജി ഉണ്ട്. ഇപ്പോൾ ദ്രവീഡിയൻ ഐഡിയോളജി ഒന്നും പൂർണ്ണമായിട്ട് വിജയ് മുന്നോട്ട് വെക്കുന്നില്ല, എന്നാൽ തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള ചില സംഭവങ്ങളൊക്കെ പയറ്റുന്നുണ്ടെന്നുള്ളൂ. ഇതുവരെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് വിജയ് പോകുക. കടുത്ത ദ്രാവിഡവാദം വിജയ് മുന്നോട്ട് വെച്ചത് ഇല്ല, അതിൻ്റെ ആവശ്യം നിലവിലില്ല. തമിഴ്നാട് മാറി എന്നുള്ളത് വിജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പഴയ രീതിയിലുള്ള ഒന്നാമത് ഈ വൈകാരിക അടുപ്പുണ്ടല്ലോ ഇപ്പോൾ ADMKയോടും DMKയോടുള്ള, അതൊക്കെ പോയി. ഒന്നാമത് ജയലളിതയും കരുണാനിധി ഇപ്പോൾ ഇല്ല. ഇവരുടെ മക്കൾക്കൊന്നും ആ രീതിയിലുള്ള ഒരു ഇമേജോ ഒന്നുമില്ല. ഇപ്പം സ്റ്റാലിനൊക്കെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഉദയനിധി കഴിഞ്ഞിപ്പോൾ ഇമ്പനിധിയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഉദയനിധിയുടെ മകനും ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഈ വമ്പൻ തോൽവി ഉണ്ടായത്. സ്റ്റാലിൻ്റെയൊക്കെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ മോദിയെ വിരട്ടി നടന്നതാണ്. മോദിക്കെതിരെ വലിയ രീതിയിൽ ഉയർന്നു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിക്കാൻ പറ്റിയില്ല. സ്റ്റാലിൻ്റെ കോട്ടയായ കൊളത്തൂരിൽ കഴിഞ്ഞ തവണ 70,000-ത്തിലധികം ഭൂരിപക്ഷം ജയിച്ച മണ്ഡലമാണ്. ഇത്തവണ TVKയുടെ ഏതോ ഒരു സ്ഥാനാർത്ഥി, ആർക്കും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി, അവനോട് 9,000 വോട്ടിനാണ് ഈ പറയുന്ന സ്റ്റാലിൻ തോറ്റിരിക്കുന്നത്. അതെ, ഇതാണ് മോദി വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയുടെ ഒരു അവസ്ഥ. ജനങ്ങൾ അത്രയും മടുത്തിരിക്കുകയായിരുന്നു. കാരണം ഇവർ വെറുതെ കുറേ ഇവരുടെ ഫാമിലി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാന്നില്ല. എല്ലാ മേഖലയിലും ഇവരുടെ കൺട്രോളായിരുന്നു. ഒന്ന് ഈ പണം എറിഞ്ഞിട്ട് വോട്ട് പിടിക്കുക, പിന്നെ ഗുണ്ടായിസം, ഇതേ രീതിയിൽ തന്നെ ഗുണ്ടായിസം, പേടിയായിരുന്നു ആളുകൾക്ക്. പണം കൊടുക്കുകയാണ്, 1000, 2000. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അവരൊരു പുതിയ ഒരു രാഷ്ട്രീയം വിജയ് മുന്നോട്ട് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും പറഞ്ഞത്, ഇപ്പോൾ ഈ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ കണ്ടത്, ADMK ഞങ്ങൾക്ക് മടുത്തു, DMK മടുത്തു, ഒരു മാറ്റം വേണം, വിജയ്ക്ക് ഒരു അവസരം കൊടുക്കുക. ഓക്കെ, വിജയ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മാറ്റി ചിന്തിക്കും, അല്ല മാറി ചിന്തിക്കും എന്നുള്ള, അത് വിജയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നന്നായിട്ട് പറ്റിയെന്നുള്ള ഒരു ഫ്രഷ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ അത് വോട്ടായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് NTRന് ശേഷം ഇങ്ങനെയൊരു മുന്നേറ്റം ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ MGR ആണെങ്കിൽ ജയലളിത ആണെങ്കിലും വർഷങ്ങളോളം പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ അധികാരത്തിലേക്കൊക്കെ വന്നത്, സിനിമാ രംഗത്തുണ്ടെങ്കിൽ പോലും. പക്ഷേ NTRൻ്റെ 1984 ആ ഒരു വിജയം ഉണ്ടല്ലോ ആന്ധ്രയിൽ, അതിനുശേഷം ഇങ്ങനെയൊരു വിജയം ചിരഞ്ജീവിക്ക് ഒന്നും സാധ്യമാവാത്തൊരു സംഭവമാണ്. നമ്മുടെ കമലഹാസൻ വന്ന് പൊളിഞ്ഞ് പാളിസായി ഒന്നുമില്ല. അത് വിജയിൻ്റെ ഒരു കരിസ്മ തന്നെയാണ്. അപ്പോൾ പിന്നെ DMK ആളുകൾ മടുത്തു. DMK ശരിക്കും ആളുകൾ മടുത്തു എന്നുള്ളത്. കാരണം DMKയുടെ ആ ഒരു രാഷ്ട്രീയം ഔട്ട്ഡേറ്റഡ് ആണ്.
അതൊരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിനോടൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. അത് ഏത് പാർട്ടിയാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത്തരം ഈ കുടുംബാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ RJDയുടെ അവസ്ഥ നമുക്കറിയാം, പിന്നെ RLD, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളും ഇന്നും ഒന്നുമല്ല, അവർക്കൊരു സ്ഥാനമില്ലാത്തൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. അത് തന്നെ തമിഴ്നാട്ടിലും വന്നു എന്നുള്ള. പിന്നെ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഇടയ്ക്ക് BJP യൂത്ത് വോട്ടിനെ ആകർഷിക്കാനുള്ളൊരു പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അണ്ണാമല ഒരു പരിധിവരെ അതൊക്കെ സക്സസ് ആയിരുന്നു. 11% വോട്ട് BJP കഴിഞ്ഞ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മീൻസ് കുറച്ച് ചെറിയ പാർട്ടികൾ ചേർത്ത് നേടി. മൊത്തം 18% NDA നേടിയത്. അപ്പോൾ അവിടെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. യൂത്ത് വോട്ടേഴ്സൊക്കെ കുറേ അണ്ണാമലേനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊക്കെ വന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ DMK ആയിരുന്നല്ലോ BJPയുടെ മെയിൻ ടാർഗറ്റ്. അതായത് DMK എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു മെയിൻ ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു, ADMK മുൻനിർത്തി മുന്നോട്ട് പോകേണ്ടി വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട 2 ദ്രാവിഡ പാർട്ടികളും ഇനി തമിഴ്നാട്ടിൽ അത്ര എളുപ്പത്തിൽ ക്ലച്ച് പിടിക്കുമെന്നും തോന്നുന്നില്ല. BJPക്ക് ശരിക്കും ഇതൊരു സുവർണ്ണ അവസരം. കാരണം വിജയ് ഇനിയിപ്പോൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ വിജയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് സീറ്റുകളും മതി. അപ്പോൾ ഇങ്ങനെ വരുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ്സിനെ ചാടിക്കോ എന്നല്ല, കോൺഗ്രസ്സിൽ എത്ര പേർ ജയിച്ചു എന്നുള്ള കുറച്ച് പിക്ചർ അറിയാനുണ്ട്. പക്ഷെ എന്നാൽ പോലും BJPക്ക് ശരിക്കും നല്ലൊരു സ്പേസാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഇപ്പോൾ DMKയുടെ ഒരു വീഴ്ച അത് ഒരു വലിയ ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ സ്റ്റാലിൻ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവമൊക്കെ ഏതാണ്ട് അസ്തമിച്ചു തുടങ്ങി. ഇനി ഒരു അംഗത്തിനൊന്നും ബാല്യമില്ല. പിന്നെ ജയലളിതയ്ക്ക് ശേഷം ഇതിപ്പോൾ തുടർച്ചയായിട്ട് ADMK പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റു, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2024 തോറ്റു ലോക്സഭയിൽ, ഇപ്പോൾ വീണ്ടും നിയമസഭയിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് അതൊരു കൊങ്കുനാട് പാർട്ടിയായിട്ട് മാറി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കാരണം പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിലെ പഴയ സ്വാധീന കേന്ദ്രങ്ങളിലൊന്നും ഇപ്പം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ADMK സാധിച്ചില്ല. ADMKയുടെ പെർഫോമൻസ് മോശം തന്നെയാണ്. പിടിച്ചു നിന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അതും വിജയ് ആ മേഖലയിൽ കൊങ്കുനാട്ടിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അപ്പോൾ തമിഴ്നാട്ടിലൊരു പിക്ചർ കാണുമ്പം റൂറൽ മേഖലയിൽ, അതായത് ഗ്രാമീണ തമിഴ്നാട്ടിൽ ഇപ്പോഴും ADMKക്ക് ഒരു സ്വാധീനമുണ്ട്. പക്ഷേ അർബൻ മേഖല പൂർണ്ണമായി യൂത്ത് വോട്ട്, വിമൻ വോട്ട്, മൈനോറിറ്റി വോട്ട്, SC വോട്ട്, ഇതൊക്കെ ഈ TVKയിലേക്ക് അങ്ങ് പോയെന്നുള്ളതാണ്. DMKക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിയത്. DMKയുടെ വോട്ട് ബാങ്ക് അങ്ങ് കംപ്ലീറ്റ് എടുത്ത് കളയുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് TVKയുടെ ഭാഗത്ത്. പക്ഷേ ADMKക്കാണെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയ ഒരു മാറ്റത്തിൻ്റെ പാതയില്ല. അതെ, അത് എത്രത്തോളം മുതലാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ സാധ്യതകൾ. അതെ. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടും ഈ പറയുന്ന ദേശീയതയ്ക്ക് അങ്ങനെ ഇതായിട്ട് നിന്ന ദ്രാവിഡവാദം ഉള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും സുബ്രഹ്മണ്യ ഭാരതിയും തുടങ്ങിയ ഒരുപാട് കരുത്തുറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അത്രയും കവിതകൾ ഭാരതത്തിനെ കുറിച്ച് അത്രയും പ്രകീർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് അങ്ങനെയുള്ള ആളുടെ സ്ഥലമാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള തമിഴിൻ്റെ മക്കളെ ഇതിൻ്റെ പേരിൽ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ആ ഒരു സാംസ്കാരിക ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് BJP ആ രീതിയിൽ മുന്നോട്ട് പോയാൽ താമസിയാതെ, അതായത് ആരോ പറഞ്ഞ പോലെ ബംഗാൾ കഴിഞ്ഞു ഇനി തമിഴ്നാടാണ് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. കാരണം ഏറ്റവും കൂടുതലൊരു ഹിന്ദു മനസ്സുള്ള ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്. ഹിന്ദുത്വം എന്നൊരു സംഭവം അവർക്ക് ഒന്ന് സ്വീകരിക്കാനുള്ളൊരു ടൈം ഉണ്ടാവും. പക്ഷേ എന്നാലും ക്ഷേത്രങ്ങളിൽ ഡെയിലി പോകുന്ന മുരുകഭക്തരായ ആളുകളുള്ള, അല്ലെങ്കിൽ ശിവഭക്തരൊക്കെ ആയ ഒരു കോവിലുകളില്ലാത്ത സ്ഥലമില്ലല്ലോ. എവിടെ പോയാലും കോവിലുകളില്ലാത്ത സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം, അത് ആ നാടിൻ്റെ മക്കളായി നിന്നുകൊണ്ട് മാറ്റം വരുത്തിയെടുക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിൽ കൊണ്ടുവന്ന, ബംഗാളിനോട് ചേർന്ന് നിന്നുള്ള ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തമിഴ്നാടിനോട് ചേർന്ന് നിന്ന് ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞാൽ തമിഴ്നാടും താമസിയാതെ മാറും. അതിൽ സംശയമില്ല. കുറച്ച് കാലം കൂടെ ഒന്ന് കാത്തിരിക്കണം എന്ന് മാത്രമാണ്.